അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഫിഖ്ഹിലെ പാഠം 7 എടുക്കുന്നത്. ഓക്കെ, പാഠം 7 കുട്ടികളും ഉസ്താദും തമ്മിലുള്ള സംഭാഷണമാണ്. കുട്ടികളും ടീച്ചറും തമ്മിലുള്ള സംഭാഷണമാണ്. നമസ്കാരത്തെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞുവല്ലോ. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് ടീച്ചർ കുട്ടികളോട് പറഞ്ഞു. കുട്ടികൾ ഓരോരുത്തരായി സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഫാസിൽ, വുളൂ എടുത്തു വന്ന ഒരാൾ എങ്ങനെയാണ് നമസ്കാരം തുടങ്ങേണ്ടത്? ഉസ്താദ്, നമസ്കരിക്കാൻ കിബിലയ്ക്ക് നേരെ നിൽക്കണം. നോട്ടം സുജൂദിന്റെ സ്ഥാനത്തായിരിക്കണം. നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. തക്ബീർ ചൊല്ലുമ്പോൾ കൈ രണ്ടും ചെവിയുടെ നേരെ ഉയർത്തണം. ശേഷം വലത്തെ കൈകൊണ്ട് ഇടത്തെ മണികണ്ഠത്തിൽ പിടിച്ച് നെഞ്ചിന്മേൽ വയ്ക്കുക. അപ്പോൾ എങ്ങനെ നിസ്കരിക്കേണ്ടത് ഉസ്താദ് പറഞ്ഞു കൊടുക്കണത്? കിബിലക്ക് നേരെ നിൽക്കണം. കിബില നമ്മുടെ കഅബയാണ്, അതിന് നേരെ നിൽക്കണം. പിന്നെ നമ്മുടെ കണ്ണുകൾ സുജൂദ് ചെയ്യണ സ്ഥലത്തേക്കായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. അതേപോലെ ഞാൻ ഏത് നിസ്കാരമാണോ നിസ്കരിക്കുന്നത് ആ നിയ്യത്തോടു കൂടി വേണം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടേണ്ടത്. ആ കൈ രണ്ടും എവിടം വരെ ഉയർത്തണം? രണ്ടും ചെവിയുടെ നേരെ ഉയർത്തണം. എന്നിട്ട് വലത് കൈ കൊണ്ട് ഇടത്തെ കൈയുടെ ആ മണികണ്ഠത്തിൽ പിടിച്ച് നെഞ്ചിന്മേൽ ഇങ്ങനെ ചേർത്ത് വെക്കണം. അപ്പോൾ ഹനമോൾ എന്ന് പറയുന്ന ഒരു കുട്ടി ചോദിക്കുകയാണ്, ദുആഉൽ ഇഫ്തിതാഹ് ഏതെല്ലാം റക്അത്തിൽ ചൊല്ലണം ഉസ്താദേ? ഉസ്താദ്, അത് 1-ാമത്തെ റക്അത്തിന്റെ തുടക്കത്തിൽ മാത്രമേ ചൊല്ലേണ്ടതുള്ളൂ. വജ്ജഹത്തു എപ്പോഴൊക്കെ ചൊല്ലണം എന്നാണ് ഹനമോൾ ചോദിച്ചത്. അപ്പോൾ ഉസ്താദ് പറയാണ്, അത് ആദ്യത്തെ റക്അത്തിൽ മാത്രം ചൊല്ലിയാൽ മതി. ആദിൽ, പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താണ് ചെയ്യേണ്ടത്? ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന് ആദ്യം പറയണം. എന്നിട്ടോ ബിസ്മി ഓതണം. സൂറത്തുൽ ഫാത്തിഹ ഫുള്ള് ഓതണം. എന്നിട്ട് അവസാനത്തിൽ ആമീൻ എന്ന് പറയുന്നതും സുന്നത്താണ്. അപ്പോൾ ഹിബ വീണ്ടും ചോദിക്കുകയാണ്, ഫാത്തിഹയും സൂറത്തും എല്ലാ നമസ്കാരത്തിലും ഉറക്കെ പാരായണം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഉസ്താദ്, നമസ്കാരത്തിന്റെ ആദ്യ 2 റക്അത്തുകളിൽ ഫാത്തിഹയും സൂറത്തും ഉറക്കെ പാരായണം ചെയ്യാം. എന്നാൽ ളുഹർ അസർ നമസ്കാരങ്ങളിൽ പതുക്കെയാണ് ഓതേണ്ടത്. എല്ലാ നമസ്കാരത്തിലെയും ആദ്യത്തെ 2 റക്അത്തുകളിലാണ് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോ ആയത്തുകളോ പാരായണം ചെയ്യേണ്ടത്. ജമാഅത്തായി നിർവഹിക്കപ്പെടാത്ത സുന്നത്ത് നമസ്കാരങ്ങളിൽ പതുക്കെയാണ് ഫാത്തിഹയും സൂറത്തും ഓതേണ്ടത്. സാബിർ, നമസ്കാരത്തിൽ മഅ്മൂമുകൾ ഫാത്തിഹ ചൊല്ലുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താ ഉസ്താദേ? ഉസ്താദ് പറയാണ് കേട്ടോ, ഇമാം ഫാത്തിഹ ഓതുന്ന സമയത്ത് പിന്നിലുള്ളവർ ഇമാമിൻ്റെ കൂടെ പതുക്കെ ഓതണം. അല്ലെങ്കിൽ ഇമാമിൻ്റെ ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ഫാത്തിഹ പതുക്കെ ചൊല്ലാവുന്നതാണ്. ഫഹീമ, ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ മഅ്മൂമുകൾ ചെയ്യേണ്ടത് എന്താണ്? ഉസ്താദ്, ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പിന്നിൽ നമസ്കരിക്കുന്നവർ ഇമാമിനോടൊപ്പം ഉറക്കെ ആമീൻ പറയണം. ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ ഖുർആൻ പാരായണം മഅ്മൂമും ശ്രദ്ധിച്ചു കേൾക്കണം. സൂറത്ത് ഓതി കഴിയുന്നതോടെ ഇമാമിനെ പിന്തുടർന്ന് റുക്കൂ ചെയ്യണം. കൈപ്പടങ്ങൾ കാൽമുട്ടുകളിൽ വെച്ച് കുനിഞ്ഞു നിൽക്കുന്നതാണ് റുക്കൂ. അപ്പോൾ ആദ്യം തന്നെ വജ്ജഹത്ത് ഓതണം, പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതണം, പിന്നെ ഫാത്തിഹ ഓതണം, പിന്നെ ഒരു സൂറത്തോ അല്ലെങ്കിൽ കുറച്ച് ആയത്തുകളോ ഓതണം. ശേഷം റുക്കോയിലേക്ക് പോകണം. അപ്പോൾ റബാഹ് ചോദിക്കുകയാണ്, റുക്കോയിന് ശേഷം എന്താ ചെയ്യേണ്ടേ ഉസ്താദേ? ഉസ്താദ് പറയാണ്, റുക്കോയിൽ നിന്ന് സമിഅ അല്ലാഹു ലിമൻ ഹമിദ
എന്ന് പറഞ്ഞ് നിവർന്നു നിൽക്കണം. ഇതിനെയാണ് എഴുത്തിദാൽ എന്ന് പറയുക. എന്താ ഉസ്താദെ അപ്പൊ സുജൂദ്? സാഷ്ടാംഗ പ്രണാമമാണ് സുജൂദ്. സുജൂദിൽ നെറ്റി, മൂക്ക്, 2 മുൻകൈകൾ, 2 കാൽമുട്ടുകൾ, കാൽവിരലുകളുടെ അടിഭാഗം തുടങ്ങിയവ നിലത്ത് വയ്ക്കുന്നു. നെറ്റിത്തടം മുടി കൊണ്ടോ വസ്ത്രം കൊണ്ടോ മറക്കാൻ പാടില്ല. മുഴങ്കൈ നിലത്ത് പതിച്ചു വയ്ക്കരുത്. കൈമുട്ടുകൾ ശരീരത്തിൽ നിന്ന് അല്പം വിടർത്തി വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോൾ നമ്മുടെ നെറ്റിയും മൂക്കും 2 മുൻകൈകളും 2 കാൽമുട്ടുകളും 2 കാൽവിരലുകളുടെ അടിഭാഗവും തുടങ്ങിയവ നിലത്തിങ്ങനെ ടച്ച് ചെയ്യണം. നെറ്റിത്തടം മുടി വെച്ചിട്ടോ ഈ വസ്ത്രം കൊണ്ടോ അത് മൂടാൻ പാടില്ല. അതേപോലെ കൈ ഇങ്ങനെ കിടത്തി വെക്കരുത്. കൈമുട്ടുകൾ ശരീരത്തിൽ നിന്ന് അല്പം വിടർത്തി വെക്കുകയാണ് വേണ്ടത്. 2 സുജൂദുകൾക്കിടയിൽ ഇരുത്തത്തിന് പ്രത്യേക പേരുണ്ടോ ഉസ്താദെ? അപ്പോഴേക്കും ഒരു കുട്ടി ചോദിക്കുക. ഉണ്ട്, ജുലൂസുൽ ഇഫ്തിറാഷ് എന്നാണ് അതിന് പേര്. തമന്ന ചോദിച്ചു, നമസ്കാരത്തിലെ ആദ്യത്തെ 2 റക്അത്ത് പൂർത്തിയായാൽ പിന്നീട് എന്ത് ചെയ്യണം ഉസ്താദെ? ഉസ്താദ്, ആദ്യ 2 റക്അത്ത് പൂർത്തിയായാൽ തശഹുദിൽ ഇരുന്ന് അത്തഹിയാത്ത് ചൊല്ലണം. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു, അത് ചൊല്ലണം. ജുലൂസുൽ ഇഫ്തിറാഷ് ആണ് ഇരിക്കേണ്ട രൂപം. ബാസിത്ത്, നമസ്കാരത്തിലെ അവസാനത്തെ റക്അത്തിലെ സുജൂദ് കഴിഞ്ഞാൽ എന്താ ഉസ്താദെ ചെയ്യുക? ഉസ്താദ്, അവസാനത്തെ അത്തഹിയാത്തിനായി ഇരിക്കണം. അത്തഹിയാത്തും സ്വലാത്തും പ്രാർത്ഥനയും നടത്തണം. ഈ ഇരുത്തത്തിന് തവറുക്കിന്റെ ഇരുത്തം എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ കുട്ടികളും ഉസ്താദും തമ്മിലുള്ള ഒരു ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും ഒക്കെ ആയിരുന്നു പാഠം 7 നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. വുളു എടുത്ത് വന്ന ഒരാള് എങ്ങനെയാ നമസ്കാരം തുടങ്ങേണ്ടത് എന്ന് ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നു. എങ്ങനെയാ നമസ്കാരം തുടങ്ങേണ്ടതെന്ന് ഉസ്താദ് പറഞ്ഞു തന്നത്? എന്ത്? നമസ്കരിക്കാൻ നമ്മൾ കിബിലയുടെ നേരെയാണ് നിൽക്കേണ്ടത്. മുസല്ല വിരിച്ച് നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കണം. നോട്ടം എങ്ങടാ 4 വശത്തേക്ക് ഇങ്ങനെ നോക്കാൻ പാടില്ല. നോട്ടം നമ്മൾ സുജൂദ് ചെയ്യണത് എവിടെയാണോ അവിടേക്കായിരിക്കണം നോക്കേണ്ടത്. എന്നിട്ട് ഞാനിപ്പോൾ ഏത് നമസ്കാരമാണോ നമസ്കരിക്കുന്നത് അത് നമ്മൾ നിയ്യത്തോട് കൂടിയിട്ട്, ഇപ്പോൾ ളുഹറാണെങ്കിൽ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ 4 റക്അത്ത് ളുഹർ നമസ്കരിക്കാൻ പോകുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ചുമലിൻ്റെ ആ ചെവിയുടെ ഭാഗം വരെ ഉയർത്തിയതിന് ശേഷം നമ്മൾ കൈ കെട്ടണം. കൈ എങ്ങനെ കെട്ടേണ്ടത്? വലത്തെ കൈ ഇടത്തെ മണികണ്ഠത്തിന്മേൽ ചേർത്ത് നെഞ്ചിൽ വെക്കണം. ഓക്കെ, അപ്പോൾ വുളു എടുത്ത് വന്ന ഒരാൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി ഒന്നാമത്തെ തക്ബീറിന് ശേഷം മാത്രം, അതായത് ഒന്നാമത്തെ റക്അത്തിലെ തക്ബീറിന് ശേഷം മാത്രമാണ് വജ്ഹത്ത് ഓതേണ്ടതുള്ളൂ. ബാക്കി സ്ഥലത്തൊന്നും വജ്ഹത്ത് ഓതേണ്ടതില്ല. ഓക്കെ, പിന്നെ വജ്ഹത്ത് ഓതിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മനസ്സിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ആ പറയുന്നത് നമ്മൾ പിശാചിനെ നമ്മുടെ നമസ്കാരത്തിൻ്റെ ഇടയിൽ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ശല്യപ്പെടുത്താതിരിക്കാനാണ്. പിശാചിനെ നമസ്കരിക്കുന്നവരോടും നല്ല കുട്ടികളായിട്ട് നടക്കുന്നവരോടൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പിശാച് നമ്മളെ മനസ്സ് വേറെ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന ആളാണ്. അപ്പോൾ ഒരു കുട്ടി നല്ല രീതിയിൽ ഒന്നൊക്കെ എടുത്ത് വന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പിശാച് വന്ന് നമ്മളെ ശല്യം ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആദ്യം തന്നെ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ബിസ്മി ഓതാ, സൂറത്തുൽ ഫാത്തിഹ ഓതാ. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥവും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിനു ശേഷം ഈ സൂറത്തുൽ ഫാത്തിഹ ഓതിയതിനു ശേഷം ആമീൻ പറയുക എന്നതും സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ആമീൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതും സുന്നത്താണ്. അപ്പോൾ ഫാത്തിഹയും സൂറത്തും എല്ലാ റക്അത്തിലും ഓതേണ്ടതില്ല.
ഫാത്തിഹയും സൂറത്തും എല്ലാ റക്കായത്തിലും ഓതേണ്ടതില്ല. ആ 2 റക്കായത്തിലാണ് ഓതേണ്ടത്. സുബഹി ആണെങ്കിൽ സുബഹിയുടെ 2 റക്കായത്തിലും ഫാത്തിഹയും സൂറത്തും ഓതണം. ളുഹറാണെങ്കിലോ ഒന്നാമത്തെയും 2ാമത്തെ റക്കായത്തിലാണ് ഫാത്തിഹയോടൊപ്പം സൂറത്ത് ഓതേണ്ടത്. പിന്നെയുള്ള 3ഉം 4ഉം റക്കായത്തിൽ ഫാത്തിഹ മാത്രം ഓതിയാൽ മതി. അങ്ങനെ തന്നെയാണ് അസറിലും ഇഷായിലും. മഗ്‌രിബിലെ ആദ്യത്തെ 2 റക്കായത്തിൽ ഇതേപോലെ തന്നെ ഫാത്തിഹയും സൂറത്തും ഓതണം. ഓക്കെ, ഇപ്പം ഏകദേശം മനസ്സിലായില്ലേ എന്താ ചെയ്യേണ്ടതെന്ന്? അപ്പോൾ ഇത് 2 സമയത്ത്, അതായത് ളുഹറിനും അസറിനും ഇമാമ് ഒന്നും തന്നെ ഉറക്കം ഓതേണ്ടതില്ല. ഒക്കെ മെല്ലെ മനസ്സിൽ ഓതിയാൽ മതി. ഓക്കെ, പിന്നെ ബാക്കി 3 നേരത്തെ നമസ്കാരങ്ങൾ സുബഹി, മഗ്‌രിബ്, ഇഷ, അതിൽ ഇമാമ് 2 റക്കായത്തിലും ഉറക്കെ പാരായണം ചെയ്യണം. മഅ്മൂമിങ്ങൾക്ക് കേൾക്കത്തക്ക വിധം പാരായണം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഫാത്തിഹ ഓതാത്തവന് നമസ്കാരം കിട്ടില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇമാമ് ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ കൂടെ മെല്ലെ നമ്മളും ഓതണം. ഓക്കെ, ഫാത്തിഹ നമ്മൾ ഓതണം. അതേസമയം നമുക്ക് സൂറത്തൊക്കെയാണ് ഓതുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് നിൽക്കണം. എന്നിട്ട് സൂറത്ത് ഇമാമ് ഓതിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമാമ് റുക്കോയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കോയിലേക്ക് പോകുമ്പോൾ നമ്മളും ഇമാമിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം? റുക്കോയിലേക്ക് പോകണം. എന്താണ് റുക്കോ? റുക്കോ എന്ന് പറഞ്ഞാൽ കൈപ്പടങ്ങൾ കാൽമുട്ടുകളിൽ വെച്ച് കുനിഞ്ഞു നിൽക്കുന്നതിനെയാണ് റുക്കോ എന്ന് പറയുന്നത്. എന്നിട്ട് റുക്കോയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് നമ്മൾ സെമിയ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുക. അങ്ങനെ നിന്നതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പഠിച്ച റബ്ബനാ ലക്കൽ ഹംദ് എന്നുള്ള ആ പ്രാർത്ഥന പറയുന്നത്. ഓക്കെ, അതിനുശേഷമാണ് സുജൂദ് ചെയ്യുന്നത്. സുജൂദിൽ എത്ര അവയവങ്ങൾ മുട്ടണം? സുജൂദിൽ നെറ്റി താഴത്ത് സ്പർശിക്കണം, മൂക്ക്, 2 മുൻകൈകൾ, 2 കാൽമുട്ടുകൾ, കാൽവിരലുകളുടെ അടിഭാഗം തുടങ്ങിയവ നിലത്ത് മുട്ടണം. നെറ്റിത്തടം മുടി കൊണ്ടോ വസ്ത്രം കൊണ്ടോ മറയാൻ പാടില്ല. അതേപോലെ കൈ രണ്ടും കിടത്തിയിട്ട് തളർന്ന പോലെ സുജൂദി കിടക്കരുത്. കൈമുട്ടുകൾ ശരീരത്തിൽ നിന്ന് കുറച്ചിങ്ങനെ മാറ്റി കൈപ്പത്തി മാത്രമാണ് താഴത്ത് പതിഞ്ഞിരിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 സുജൂദുകൾക്കിടയിൽ ഒരു ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിനെ ജുലൂസുൽ ഇഫ്തിറാഷ് എന്നാണ് പറയുക. ആ സമയത്താണ് നമ്മൾ നേരത്തെ പഠിച്ച റബ്ബ് ഗഫിർലി വർഹംനി എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന ചൊല്ലേണ്ടത്. ഓക്കെ, എന്നിട്ടോ പിന്നെ നമ്മൾ നമസ്കാരത്തിലെ അവസാനത്തെ റക്അത്തിൽ സുജൂദ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ അത്തഹിയാത്തിനായിട്ട് ഇരിക്കണം. അപ്പോൾ 3 അത്തഹിയാത്തും നമ്മളവിടെ ചൊല്ലണം. ഏതൊക്കെയാ? അത്തഹിയാത്തുൽ മുബാറക്കാത്തു അതൊന്ന്, പിന്നെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ആ സലാത്ത് എന്ന് പറയുന്ന ദുആ ചൊല്ലണം. പിന്നെ 3ാമത്തത് അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു എന്ന് തുടങ്ങുന്ന ദുആ ചൊല്ലണം. അപ്പോൾ നമസ്കാരം നമ്മുടെ ഫിനിഷായി. ഓക്കെ, അപ്പോൾ ഈ പാഠം ശരിക്കും മനസ്സിലാക്കി വേണം കേൾക്കാൻ. നോട്ട്സ് എഴുതിയെടുക്കണം. എന്നിട്ട് നമസ്കരിച്ച് ഉമ്മാനോട് ചോദിക്കണം, എൻ്റെ നിസ്കാരം ശരിയായോ? നമസ്കരിക്കുമ്പോൾ ഉമ്മാനോട് പറയണം, നോക്ക് ഉമ്മച്ചി, എൻ്റെ കൈകെട്ടൽ ശരിയാണോ? എൻ്റെ റുക്കോഴ് ശരിയാണോ? എൻ്റെ സുജൂദ് ശരിയാണോ? എൻ്റെ പ്രാർത്ഥനകളൊക്കെ ശരിയാണോ എന്ന് ഉമ്മാനോട് ചോദിച്ച് ഉറപ്പ് വരുത്തണം. ഓക്കെ, മിസ്സിൻ്റെ ക്ലാസ്സിൽ ഓൺലൈൻ കുട്ടികൾക്കൊക്കെ മിസ് എന്താ ചെയ്യുക? നമസ്കാരത്തിലെ ദുആകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രാക്ടിക്കൽ എക്സാമും ഒരു എഴുത്ത് എക്സാമും ഒക്കെ നടത്തും. അപ്പം അവർ വീഡിയോ കൂടി നമസ്കരിച്ച് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ പാഠം വായിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമസ്കരിക്കുമ്പോൾ ഉമ്മാനെ അടുത്ത് നിർത്തിയിട്ട് ഇത് ചോദിക്കണം, ഉമ്മ ഇതെൻ്റെ നമസ്കാരത്തിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ? എന്നിട്ട് അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.